എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ സന്ദീപ് വചസ്പതി അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലുള്ള പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകത്തിൽ പോവുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭാരത് മാതാ കീ ജയ് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അത് പിന്നെ വലിയ ഒച്ചപ്പാടും ബഹളവും തർക്കവും വാക്കേറ്റവും ആക്ഷേപവും കേസ് വരെ എത്തിയിരിക്കുകയാണ്. സന്ദീപ് വചസ്പതി ചെയ്തത് ആ നിലയിൽ നോക്കിയാൽ വലിയ ഒരു അപരാധമാണ്, വലിയ ഒരു തെറ്റാണ് ചെയ്തത്. കാരണം അങ്ങനെ ബിജെപിയുടെ ഒരു നേതാവ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചതും വിളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു കൂട്ടരാണ്. ഒന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യ സമര സേനാനികൾ വിളിച്ച മുദ്രാവാക്യമാണ് ഭാരത് മാതാ കീ ജയ് എന്നുള്ളത്. സ്വാതന്ത്ര്യാനന്തരം ദേശീയവാദികൾ, രാജ്യസ്നേഹികൾ അങ്ങനെ ഒത്തുകൂടുമ്പോഴോ മുദ്രാവാക്യം വിളിക്കുമ്പോഴോ ഒക്കെ അവർ ഭാരത് മാതാവിന് ജയ് വിളിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഭാരതമാതാവിന് ജയ് വിളിക്കുന്നത് ഒരു രാജ്യസ്നേഹത്തിന്റെ അടയാളമായി, രാജ്യത്തിനോടുള്ളതും സ്വന്തം നാടിനോടുള്ള മാതൃഭൂമിയോടുള്ള ആദരവിന്റെ അടയാളമായിട്ടാണ് ഭാരതമാതാവിന് ജയ് വിളിക്കാറുള്ളത്. അതാണ് സന്ദീപ് വചസ്പതി അവിടെ പുന്നപ്ര വയലാർ സ്മാരകത്തിൽ പോയി ചെയ്തത്. അത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹിക്കാൻ കഴിയുക? അവരെ രണ്ട് തല്ലുകയോ വേണ്ടി വന്നാൽ കൊല്ലുകയോ ചെയ്താലും അവർ സഹിക്കും. പക്ഷെ അവരുടെ ഒരു കേന്ദ്രത്തിൽ ചെന്ന്, അതും രക്തസാക്ഷി മണ്ഡപത്തിൽ ചെന്ന് ഭാരതമാതാവിന് ജയ് വിളിക്കുക എന്ന് പറഞ്ഞെന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തല കീഴ്മേൽ മറിക്കുന്നതിന് തുല്യമാണ്. അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനോടോ രാജ്യസ്നേഹം എന്ന വികാരത്തിനോടോ അവർ ദേശീയത എന്ന സങ്കല്പത്തിനോടോ അവർക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ പൗരത്വ നിയമ ഭേദഗതി സമയത്തോ അതിനോടനുബന്ധിച്ചുള്ള സമരത്തിലൊക്കെ അവർ പറഞ്ഞില്ലേ, രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെ കേസാവും, എങ്ങനെ രാജ്യദ്രോഹമാവും? ഭാരതത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്, ഭാരതത്തിനെ കണ്ടം തുണ്ടമാക്കും എന്ന് വിളിക്കുന്നതൊക്കെ കേസാക്കേണ്ട കാര്യമില്ല. കാരണം രാജ്യത്തിനെതിരായി മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ അവകാശമാണ് എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതമാതാവിന് ജയ് വിളിക്കുക, ദേശീയതയെ അംഗീകരിക്കുക എന്നുള്ളത് അവർക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ദേശീയത സങ്കുചിതമാണ്. ദേശീയത സങ്കുചിതമാണ്. അവരെ സംബന്ധിച്ച് സാർവദേശീയതയാണ് അവർക്ക് അംഗീകരിക്കാൻ കഴിയൂ. തങ്ങളുടെ ലോക തൊഴിലാളികളോടുള്ള സ്നേഹം ഒരു രാജ്യത്ത് മാത്രമായി ചുരുക്കി നിർത്താൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ദേശീയത എന്ന് പറയുന്നത് ഏറ്റവും വലിയ താത്വികമായ ആശയപരമായ തെറ്റാണ്. അങ്ങനെ ദേശീയതയെ അംഗീകരിക്കാത്ത, ദേശീയതയോട് യോജിപ്പില്ലാത്ത, രാജ്യസ്നേഹം എന്ന് പറയുന്നത് സങ്കുചിതമാണെന്ന് 2021 എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രത്തിൽ, അതൊരു പൊതുകേന്ദ്രമാണ്, ആ കേന്ദ്രത്തിൽ പോയി ഭാരതമാതാവിന് ജയ് വിളിക്കുക എന്ന് പറഞ്ഞെന്നാൽ അത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വലിയ തെറ്റാണ്, വലിയ ക്രൂരതയാണ്. അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അവരുടെ കേന്ദ്രത്തിൽ ഭാരതമാതാവിന് ജയ് വിളിക്കുക എന്നുള്ളത്. ആ തെറ്റാണ് സന്ദീപ് വചസ്പതി ചെയ്തത്. കാരണം അവരെ സംബന്ധിച്ച് അവരെന്തെങ്കിലും ഭാരതത്തിന് ജയ് വിളിക്കുന്നത് ഈ നാട്ടിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ, പ്രതിഷേധങ്ങളിൽ, അവരുടെ പ്രമേയങ്ങളിൽ, അവരുടെ ഏതെങ്കിലും ഔദ്യോഗിക പരിപാടിയിൽ ഭാരത് മാതാ കി ജയ് എന്നോ ജയ് ഹിന്ദ് എന്നോ തരത്തിലുള്ള രാജ്യത്തിനെ സംബോധന ചെയ്യുന്ന, ഭാരതത്തിന് ജയ് വിളിക്കുന്ന ഒരു മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി ഈ 2021 ഈ മാർച്ച് മാസം 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പിൻവലിക്കാം. അവർക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല, ഭാരതത്തിന് ജയ് വിളിക്കാൻ കഴിയില്ല. അവർ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം, പ്രത്യേകിച്ചും ഈ പുന്നപ്ര വയലാർ സമരങ്ങളും കരിവള്ളൂർ സമരങ്ങളും ഒക്കെ നടക്കുമ്പോൾ അവർ കേരളം മുഴുവൻ വിളിച്ച മുദ്രാവാക്യം, സ്വാതന്ത്ര്യത്തിന് മുൻപ് വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് ജന്മിത്വം മൂർധാബാദ്, കർഷക സംഘം സിന്ദാബാദ്, സാമ്രാജ്യത്വം മൂർധാബാദ്, സോവിയറ്റ് യൂണിയൻ സിന്ദാബാദ്. ഇതാണ് അവർ വിളിച്ച മുദ്രാവാക്യം. അവർ സോവിയറ്റ് യൂണിയന് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ട്, അവര് കർഷക സംഘത്തിന് മുദ്രാവാക്യം സിന്ദാബാദ് വിളിച്ചിട്ടുണ്ട്, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സിന്ദാബാദ് വിളിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും സിന്ദാബാദ് വിളിച്ചെന്നാലും ഭാരതത്തിന് സിന്ദാബാദ് വിളിക്കാൻ പാടില്ല, കഴിയില്ല. കാരണം
ഭാരതം ഒരു സാമ്രാജ്യത്വ അല്ലെങ്കിൽ മുതലാളിത്ത അല്ലെങ്കിൽ ബൂർഷ്വാസികൾ ഭരണം നടത്തുന്ന ജനാധിപത്യ രാജ്യമാണ്. കമ്മ്യൂണിസത്തിന് ഒരിക്കലും ജനാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ആഗോള സാർവദേശീയതയെ കുറിച്ചാണ് പണ്ട് പറഞ്ഞിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർ സോവിയറ്റ് യൂണിയൻ സിന്ദാബാദ് എന്ന് വിളിച്ചത്. അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരത മാതാവ് ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം സന്ദീപ് വചസ്പതി മുഴക്കിയത് ഏറ്റവും വലിയ തെറ്റാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം. എന്ന് മാത്രമല്ല, പാർട്ടി ഒരിക്കലും ദേശീയതയോ ദേശീയ സ്വാതന്ത്ര്യത്തെ പോലും അവർ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാനത് എന്റെ വാക്ക് പറയുന്നില്ല. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ശ്രീ വർഗീസ് വൈദ്യന്റെ ആത്മകഥ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ചെറിയാൻ കൽപ്പകവാടിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിലെ 67-ാം പേജിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. 1948 ആദ്യം തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെട്ടു. അതിനുശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു കൽക്കട്ടയിൽ പാർട്ടി കോൺഗ്രസ് നടന്നത്. അതിനകം തന്നെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാതെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ പ്രകടനങ്ങളും സമ്മേളനങ്ങളും പലയിടങ്ങളിലും ആലപ്പുഴയിലും നടന്നിരുന്നു. അതായത് സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാതെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനെതിരായി, സ്വാതന്ത്ര്യത്തിനെതിരായി പ്രകടനങ്ങളും സമ്മേളനങ്ങളും പലയിടങ്ങളിലും നടന്നു, ആലപ്പുഴയിലും നടന്നിരുന്നു. അത്തരത്തിൽ ഒരു പ്രകടനത്തിനിടെ ബൂർഷ്വാ സ്വാതന്ത്ര്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു നീങ്ങിയ ചെറിയ ജാഥയെ റോഡിനിരുവശത്തു നിന്നും പുച്ഛത്തോടെ വീക്ഷിക്കുന്ന ജനങ്ങൾക്കിടയിൽ നിന്നും പെട്ടെന്നൊരാൾ മുന്നോട്ട് വന്ന് മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ സംഭവം വൈദ്യൻ അനുസ്മരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വാതന്ത്ര്യത്തിനെതിരെ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, സ്വാതന്ത്ര്യത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നടത്തിയ പ്രകടനം കുറച്ചുപേരേ ഉള്ളൂ. കാരണം കമ്മ്യൂണിസ്റ്റുകാർ, ദേശീയ വിരുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ അധികം ആൾക്കാരില്ലല്ലോ. ഇപ്പോൾ അവരുടെ കൂടെ ആൾക്കാർ പോയിരിക്കുന്നത് ദേശീയതയോ കമ്മ്യൂണിസമോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ്, പാർട്ടിയുടെ ആനുകൂല്യങ്ങൾക്കും അവാർഡിനും വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. അവരുടെ രാജ്യസ്നേഹം കൊണ്ടല്ല. രാജ്യസ്നേഹികളാകാൻ അവർക്ക് കഴിയില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ചുപേര് സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് അതിന്റെ ആഘോഷങ്ങളുടെ അതിനെതിരായി ആലപ്പുഴയിൽ പ്രകടനം നടത്തിയപ്പോൾ കണ്ടുനിന്ന സാധാരണ നാട്ടുകാരൻ, കൂലിപ്പണിക്കാരൻ വന്ന് കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി എന്ന് ആ പുന്നപ്ര വയലാർ സമരനായകന്മാരിൽ ഒരാളായിരുന്ന വർഗീസ് വൈദ്യനാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പറഞ്ഞത് അവർക്ക് അത്ര പോലും സ്വാതന്ത്ര്യത്തെയും ദേശീയതയും രാജ്യസ്നേഹത്തെയും അംഗീകരിക്കാൻ കഴിയില്ല എന്നർത്ഥം. പുന്നപ്ര വയലാർ സമരം ഉണ്ടാകാൻ കാരണം എന്തായിരുന്നു? അവർ പറഞ്ഞു പരത്തിയത് ക്ഷാമവും പട്ടിണിയും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ദിവാൻ ഭരണം കൊണ്ടും രാജഭരണം കൊണ്ടുമാണ്. അതുകൊണ്ട് രാജഭരണത്തെ ഇല്ലാതെയാക്കിയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ, ദിവാൻ ഭരണത്തെ ഇല്ലാതെയാക്കിയാലേ രക്ഷപ്പെടാൻ പറ്റൂ. കമ്മ്യൂണിസ്റ്റ് ഭരണം നേടിക്കഴിഞ്ഞാൽ 13.5 സെന്റ് സ്ഥലം എല്ലാവർക്കും പതിച്ചു തരാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പട്ടിണി മാറാൻ, എല്ലാവർക്കും സ്വന്തമായി ഭൂമി ഉണ്ടാകാൻ ഒക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം വരണം എന്നവർ നുണ പറഞ്ഞു. കാരണം അന്നുണ്ടായ സാമ്പത്തിക മാന്ദ്യവും തൊഴിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്, പട്ടിണിയും ഒക്കെ ഉണ്ടായത് 2ാം ലോക മഹായുദ്ധത്തിന്റെ മൂർധന്യത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2ാം ലോക മഹായുദ്ധ സമയത്തുണ്ടായ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ലോകയുദ്ധം കൊണ്ടുണ്ടായതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് അത് ദിവാൻ ഭരണം കൊണ്ടും രാജഭരണം കൊണ്ടുമാണ്. അത് മാറ്റി കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നാൽ നമുക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ വിപ്ലവം നടത്തണം, യുദ്ധം നടത്തണം എന്നൊക്കെ പറഞ്ഞു. പാർട്ടി നിരവധി ആക്രമണങ്ങൾ നടത്തി. പുന്നപ്രയിലും വയലാറിലും ചേർത്തലയിലും കൊല്ലം ഭാഗത്തും കൊല്ലത്തിന്റെ വടക്കൻ ഭാഗത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആൾക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും 4 കാശുള്ളവരോടോ അല്ലെങ്കിൽ അല്പം ഭൂമിയുള്ളവരോ എല്ലാവരും വള്ളം ഉള്ള ആൾക്കാരെ പോലും കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കുകയും തീ വയ്ക്കുകയും അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തു. ഒത്തിരി നാശനഷ്ടങ്ങൾ വരുത്തി. അതിനൊക്കെ പോലീസിൽ കേസ് കൊടുത്തു. സ്വാഭാവികമായിട്ടും രാജഭരണമാണ്. പോലീസുകാര് കേസിൽപ്പെട്ട ആൾക്കാരെ മുഴുവൻ പിടിച്ച് ക്രൂരമായി മർദ്ദിച്ചു. അത് അന്ന് ഇന്നും അങ്ങനെയല്ലേ? കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഈ 2021 ഈ ശബരിമലയിൽ പോയി ശരണം വിളിച്ച ആൾക്കാരെ എത്ര ക്രൂരമായ പോലീസുകാർ മർദ്ദിച്ചത്. അപ്പൊ ഇതാണ് ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ രാജഭരണകാലത്ത്, ദിവാൻ ഭരണകാലത്ത് എന്ത് ചെയ്യും? കേസ് കേട്ട ആൾക്കാരെ മുഴുവൻ പിടിച്ച് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. പോലീസുകാര് മർദ്ദനം കൂടി
ഈ സമരങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘർഷങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ പോലീസ് ക്യാമ്പുകൾ അവിടെ പുന്നപ്രയിലും വയലാറിലും മുഹമ്മയിലും ഒക്കെ പോലീസ് ക്യാമ്പുകൾ എന്നുവെച്ചാൽ പോലീസ് സ്റ്റേഷനല്ല, താൽക്കാലിക പോലീസ് ക്യാമ്പുകൾ ഏതെങ്കിലും ഒക്കെ വീട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ 4-5 പോലീസുകാരൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഒരു കാവൽക്കാരെ പോലെ. അങ്ങനെ പോലീസ് ക്യാമ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആക്രമണം വളരെ വലുതായി വന്നു. കട്ടിയാട്ട് ശിവരാമപ്പണിക്കർ എന്ന് പറയുന്ന ഒരു നായർ പ്രമാണിയുടെ പണിക്കാരനായിരുന്നു, കുടിയാനായിരുന്ന രാമൻ എന്നയാളെ, രാമൻ അവിടുത്തെ പണിക്കാരനാണ്, പണിക്കാർക്ക് മേൽനോട്ടം വഹിക്കുന്നയാളോ, ആ രാമനെ അടിച്ചു കൊന്നു കമ്മ്യൂണിസ്റ്റുകാര്. വെറുതെ വീട്ടിൽ കയറി ആഹാരം കഴിച്ചു കിടന്നിരുന്ന ആ മനുഷ്യനെ 10-40 ആൾക്കാർ വീടിനകത്ത് ഓടിക്കയറി, അദ്ദേഹം മറ്റൊരു വീട്ടിൽ കയറിയിരുന്നു. ആ വീട് ആക്രമിച്ച് വാതിലെല്ലാം തല്ലിപ്പൊളിച്ച് രാമനെ പിടിച്ച് ആ വീടിനുള്ളിൽ ഇട്ട് ക്രൂരമായി മർദ്ദിച്ചും ഇടിച്ചും ചവിട്ടിയും അടിച്ചും ആ മനുഷ്യനെ കൊന്നു. അങ്ങനെ കൊന്നപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് കൂടുതൽ ശക്തമായ നടപടികൾ എടുക്കുകയും കേസെടുക്കുകയും മർദ്ദനം ആരംഭിക്കുകയും ചെയ്തു. പോലീസും നന്നായി മർദ്ദനം അഴിച്ചുവിട്ടു. അതിന് എതിരെ പോലീസുകാരെ നേരിടാൻ വേണ്ടി പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരും ക്യാമ്പുകൾ ആരംഭിച്ചു. പോലീസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ 4-5-6 പോലീസൊക്കെ ഉണ്ടാവുള്ള ഒരു SI കാണും, 4-5 പോലീസും കാണും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ക്യാമ്പുകൾ ആരംഭിച്ചു. പുന്നപ്ര പ്രദേശങ്ങളിലും വയലാർ പ്രദേശങ്ങളിലും ചേർത്തലയുടെ വിവിധ പ്രദേശങ്ങളിലും ഒക്കെ ക്യാമ്പുകൾ ആരംഭിച്ചു. എന്തിനാണ് ക്യാമ്പ്? പോലീസിനെ നേരിടുവാൻ. 400-500 ആൾക്കാരാണ് ആ ക്യാമ്പുകളിൽ ഒക്കെ പങ്കെടുക്കുന്നത്. എന്നിട്ട് അവർക്ക് പരിശീലനം കൊടുത്തു, 4-5 ദിവസത്തെ പരിശീലനം. എന്തിനാണ്? പോലീസ് വന്നാൽ, പോലീസ് വെടിവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അത്തരം ആക്രമണ പരിശീലനങ്ങൾ ഒക്കെ അവർക്ക് കൊടുത്തത്. ആ കൊടുത്തതിനെ കുറിച്ചും അതുപോലെ ഈ ആക്രമണത്തെ കുറിച്ചും ഒക്കെ ഈ പോലീസുകാര് ആക്രമണം നടത്തുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ ആക്രമണം നടത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല. അനേക ആൾക്കാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ആ ഉപദ്രവിച്ചതിനെ കുറിച്ച് യദുകുലകുമാർ രവിവർമ്മ തമ്പുരാൻ എഴുതിയ ഒരു പുസ്തകമാണ് പുന്നപ്ര വയലാർ അപ്രിയ സത്യങ്ങൾ. DC ബുക്സ് 1998 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാര് ഈ പുന്നപ്ര വയലാർ വെടിവെപ്പിന് മുമ്പ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഒരു ഭാഗം ഞാൻ പറയാം. ഇതിനിടെ തുലാം 5 മുതൽ തുലാം 10-നാണ് വെടിവെപ്പുണ്ടാകുന്നത്. 5 മുതൽ 26 ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുപണിമുടക്ക് നടത്താൻ ATTUC തീരുമാനിച്ചു. അഖില തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണം. തുലാം 3-ന് DSP വൈദ്യനാഥ് അയ്യരുടെ നേതൃത്വത്തിൽ 27 സായുധ പോലീസുകാർ പുന്നപ്രയിൽ റൂട്ട് മാർച്ച് നടത്തി. പുന്നപ്ര പോലീസ് ക്യാമ്പിൽ നിന്ന് ആലപ്പുഴയ്ക്കാണ് മാർച്ച്. തൊഴിലാളികളുടെ വീടുകൾക്കിടയിലൂടെ ഇത് കടന്നുപോയപ്പോൾ സ്ത്രീകൾ ഭയന്ന് നിലവിളിച്ചു. ഞാൻ അപ്പോൾ വാടക്കൽ ക്യാമ്പിലാണ്. ക്യാമ്പിലെ ആളുകളെയും കൂട്ടി നിലവിളി കേട്ടിടത്തേക്ക് ചെന്നു. അത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായ ഒരാളാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്ന ആ വാക്കിന്റെ ബാക്കി ഇതാണ്: ക്യാമ്പിലെ ആളുകളെയും കൂട്ടി നിലവിളി കേട്ടിടത്തേക്ക് ചെന്നു. റൂട്ട് മാർച്ച് തടയുകയായിരുന്നു ലക്ഷ്യം. പുറപ്പെടും മുമ്പ് ഞാൻ പറഞ്ഞു, കൂടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞു, വെടിവയ്ക്കാൻ പോലീസുകാർ പൊസിഷൻ എടുക്കുമ്പോൾ എല്ലാവരും കമിഴ്ന്ന് കിടക്കണം. ഇത് ആ വലിയ വെടിവയ്പ്പിനെ കുറിച്ചല്ല. അതിനു മുമ്പ് പോലീസിനെ ഉപദ്രവിക്കാൻ തടയാൻ ചെന്നപ്പോൾ അവർ വെടിവെച്ചാൽ എന്ത് ചെയ്യണമെന്ന് പറയണം. പൊസിഷൻ എടുക്കുമ്പോൾ എല്ലാവരും കമിഴ്ന്ന് കിടക്കണം. അപ്പോൾ പോലീസുകാർ നേരെ നിൽക്കും. ഈ തക്കത്തിന് ഓടിയെടുക്കുക. പിന്നെ വെടിവെക്കാനാവില്ല, മൽപ്പിടുത്തമാവും. അതിൽ നമുക്ക് പോലീസുകാരെ തോൽപ്പിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ആ നാട്ടുകാരെയും കൂട്ടിയിട്ട് പോലീസുകാരെ 27 സായുധ പോലീസുകാരെ DSPയുടെ നേതൃത്വത്തിലുള്ള പോലീസിനെ തടയാൻ ചെന്നത്. പോലീസുകാരുടെ വഴിമുടക്കിയപ്പോൾ DSP വൈദ്യനാഥ് അയ്യർ പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കാനല്ല പോലീസുകാർ സ്ഥലത്തുണ്ടെന്നറിയാൻ ഞങ്ങൾ നടത്തുന്ന ഒരു പതിവ് നടപടി മാത്രമാണ് റൂട്ട് മാർച്ച്. ഞങ്ങൾ ആ രീതിയിൽ തന്നെ പൊയ്ക്കൊള്ളാം. ഞങ്ങൾ പറ്റില്ലെന്ന് പറഞ്ഞു. DSP തൊപ്പിയൂരി സത്യം ചെയ്തു. അപ്പോൾ റൂട്ട് മാർച്ച് തുടരാൻ ഞങ്ങൾ അനുവദിച്ചു. പക്ഷെ ഒരു വ്യവസ്ഥ, വീടുകൾക്കിടയിലൂടെ പോകാൻ പാടില്ല. DSP അത് സമ്മതിച്ചു. കടപ്പുറത്തു കൂടി തന്നെ അവർ ആലപ്പുഴയ്ക്ക് പോയി. പോലീസുകാരുടെ റൂട്ട് മാർച്ചിന് സമാന്തരമായി ഞങ്ങളും ആലപ്പുഴയ്ക്ക് പ്രകടനമായി നീങ്ങി. പോലീസ് മാർച്ച് റിസർവ് ക്യാമ്പിൽ അവസാനിച്ചു. ഞങ്ങൾ പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ഓഫീസിന് മുന്നിലെത്തി. അവിടെ വെച്ച് ഞാൻ പ്രസംഗിച്ചു. പിറ്റേ ദിവസം പോലീസ് കീഴടങ്ങിയെന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു. ഇവര് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കൊടുത്ത വാർത്തയാണ്. പോലീസുകാർ കീഴടങ്ങിയിരിക്കുന്നു. അതോടെ ഞങ്ങൾ ആകെ ഉത്സാഹത്തിലായി.
വള്ളമുടമകൾക്ക്, അതായത് ജന്മികൾക്ക് ഭയമായി. ഇപ്പോലിത്തിന്റെ പിതാവ് ക്രിസോസ്റ്റം എനിക്കൊരു കത്തും 100 രൂപയും കൊടുത്തയച്ചു. 100 രൂപ എന്ന് 100 കൊല്ലത്തോളം മുമ്പ്, ഏതാണ്ട് 80 കൊല്ലം മുമ്പ് 100 രൂപ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങാൻ കഴിയുന്ന വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും വലിയ തുകയാണ്. ആ 100 രൂപയും കൊടുത്തയച്ചു. കത്ത് ഇങ്ങനെ തുടർന്നു. രാജമാന്യ രാജശ്രീ KS ബെൻ. ഈ ബെന്ന് പറയുന്ന കാര്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, തൊഴിലാളി യൂണിയൻ നേതാവാണ് ബെൻ. ആ ബെന്നിന് സംബോധന ചെയ്തത് ഇങ്ങനെയാണ്: രാജമാന്യ രാജശ്രീ KS ബെന്നിന് ഇപ്പോൾ 100 രൂപ കൊടുത്തു വിടുന്നു. ഇനി എന്താവശ്യമുണ്ടായാലും കുറിപ്പ് കൊടുത്തു വിട്ടാൽ മതി. ജന്മികൾ ശരിക്കും ഭയപ്പെട്ടു. ഇതറിഞ്ഞതോടെ ഞങ്ങൾ പ്രദേശത്തിന്റെ ഭരണം നിയന്ത്രിക്കാനും തുടങ്ങി. ആരുടെയും അനുവാദമില്ലാതെയാണ് അടയ്ക്കാമരം വെട്ടുക. കമ്മ്യൂണിസ്റ്റുകാര് നാട്ടിൽ ചെയ്ത നീതി നടപ്പാക്കലാണ്. നാട്ടുകാരുടെ കവുങ്ങ്, അതായത് അടയ്ക്കാമരം വെട്ടി എന്തിന് വാരിക്കൊന്നും ഉണ്ടാക്കാൻ വേണ്ടി. പോലീസിന്റെ ഒറ്റുകാരെന്ന് സംശയമുള്ളവരെ തൊഴിലാളികൾ പിടിച്ചുകെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരും. അവർക്ക് തടവ് ശിക്ഷ നൽകും. KG മരിയാന്റെ അനുജൻ ബെഞ്ചമിന് 2 ദിവസത്തെ തടവ് ശിക്ഷയാണ് നൽകിയത്. മനസ്സിലായല്ലോ? കമ്മ്യൂണിസ്റ്റ് ഭരണം ആരംഭിച്ചു. വീടുകളിലുള്ള കവുങ്ങുകൾ വെട്ടി വഞ്ചിയിൽ നെല്ലോ മറ്റ് പച്ചക്കറികളോ കൊണ്ടുപോകുമ്പോൾ അത് തടഞ്ഞു നിർത്തി പിടിച്ചെടുക്കുക, ആൾക്കാരെ കേസ് വിചാരണ നടത്തുക, അറസ്റ്റ് നടത്തുക, ഇങ്ങനെ എല്ലാ തെമ്മാടിത്തരങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് തന്നെ ചെയ്തു. പോലീസ് ഇതിനെ നേരിടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പോലീസ് ക്യാമ്പ് വന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ അരിയും തേങ്ങയും പച്ചക്കറികളും ഒക്കെ പിടിച്ചെടുത്ത്, നെല്ല് പിടിച്ചെടുത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ മർദ്ദിച്ചു ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം തുടർന്ന് അതിനുശേഷമാണ് ഈ ക്യാമ്പുകളെ നേരിടുന്നതിന് വേണ്ടി പോലീസിനെ നേരിടാൻ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പ് തിരുവിതാംകൂർ. എന്നിട്ട് ഈ നാട്ടുകാരോട്, ജനങ്ങളോട്, പാവപ്പെട്ട കർഷക തൊഴിലാളികളോട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞു, തിരുവിതാംകൂറിൽ എല്ലാ ഭാഗത്തും ക്യാമ്പുണ്ട്, ഈ നാടിന്റെ ഭരണം നമ്മൾ പിടിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ക്യാമ്പിൽ മുഴുവൻ പോയി നടന്ന് സംസാരിച്ചു. നിങ്ങൾ കുഴപ്പം കാണിക്കരുത്, പോലീസ് വെടിവെക്കും, പട്ടാളം വരും. അങ്ങനെ പോലീസും പട്ടാളവും വന്ന് വെടിവെച്ചെന്നാൽ വെറുതെ വെടികൊണ്ട് ചത്ത് പുഴുക്കളെ പോലെ ഒടുങ്ങും. അങ്ങനെ ആരും ചെയ്യരുത്, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കാം. ഇത് എടുത്തിരിക്കുന്നത് R. ശങ്കർ, ശ്രീ MK കുമാരൻ എഴുതിയ പുസ്തകമാണ്. R. ശങ്കറിന്റെ ജീവചരിത്രം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2009 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിൽ R. ശങ്കർ പറയുന്ന ഭാഗം ഞാൻ വായിക്കാം. പ്രസക്ത ഭാഗം: 4-ാം തീയതി, അതായത് തുലാം 10-നാണ് വെടിവെപ്പ്. തുലാം 4-ാം തീയതി രാവിലെ അവരുടെ ഒരു പ്രധാന ക്യാമ്പിൽ ഞങ്ങൾ പോയി. അവിടുത്തെ തൊഴിലാളികൾ നേതാക്കന്മാരുമായി യുക്തിവാദം ചെയ്തു നോക്കി. തൊഴിലാളികളുടെ ആയുധം ധരിച്ചുകൊണ്ടുള്ള ഈ വെല്ലുവിളിയെ ഏത് ഗവൺമെന്റ് ആയിരുന്നാലും അതിന്റെ സർവ്വശക്തികളോടും കൂടി നേരിടുമെന്നും ആധുനികമായ സൈനിക മുറകൾ അഭ്യസിച്ചിട്ടുള്ളവരും യന്ത്രത്തോക്ക് മുതലായ സജ്ജീകരണങ്ങളോടുകൂടി നിൽക്കുന്നവരുമായ തിരുവിതാംകൂറിലെ പട്ടാളത്തോട് അടയ്ക്കാമറ അലകുകൊണ്ട് എതിർത്ത് ജയിച്ചു കളയാമെന്ന് വിചാരിക്കുന്നത് കേവലം ഭ്രാന്താണെന്നും സാധുക്കളായ അനേക ശതം തൊഴിലാളികളെ ബലി കഴിക്കുകയും ഈ രാജ്യത്തെ സകല ജനകീയ പ്രസ്ഥാനങ്ങളെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു ഫലവും ഈ വിവേകശൂന്യമായ സംഘടന ഉണ്ടാക്കുവാൻ പോകുന്നില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് ഇല്ലാതാക്കിയാൽ തൊഴിലാളികളുടെ എല്ലാ അവശതകൾക്കും പരിഹാരമുണ്ടാക്കുന്നതിന് ഗവൺമെന്റ് അനുകൂല മനോഭാവം പ്രദർശിപ്പിക്കുമെന്നും അതിനാൽ അക്രമാസക്തി ഉപേക്ഷിച്ച് ആയുധങ്ങൾ കൈവെടിഞ്ഞ് ശാന്തരായി പിരിഞ്ഞുപോയി തൊഴിലുകളിൽ ഏർപ്പെടുകയാണ് വേണ്ടതെന്നും തൊഴിലാളികളെ സഹായിക്കുവാനായി സ്റ്റേറ്റ് കോൺഗ്രസ് ഉടൻ തന്നെ ഒരു സമരപ്രഖ്യാപനം നടത്തുമെന്നുമുള്ള അവരുടെ ആശ ഈ അക്രമപ്രസക്തമായ അന്തരീക്ഷത്തിൽ അസ്ഥാനസ്ഥിതമാണെന്നും തിരുവിതാംകൂറിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള തൊഴിലാളികൾ ഏതാനും ദിവസത്തെ പണിമുടക്ക് നടത്തിയേക്കാമെന്നുള്ളതിൽ കവിഞ്ഞ് യാതൊന്നും ചെയ്യുവാൻ പോകുന്നില്ലെന്നും പൊതുജന അഭിപ്രായം തൊഴിലാളികളുടെ ഇപ്പോഴത്തെ സംരംഭത്തിന് തികച്ചും പ്രതികൂലമാണെന്നും മറ്റും ദീർഘമായി ഞങ്ങൾ വാദിച്ചു. വാദങ്ങൾക്ക് മറുപടിയായി അവസാനം അവർ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞത്, സംഘട്ടനം കൂടാതെ സന്ധിയായി തീരുന്നത് അവർക്ക് സമ്മതമാണെന്നും അവരുടെ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം സ്വീകരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നും ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ച്, കോൺഗ്രസിന്റെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ,
ധരിപ്പിച്ച് അവരുടെ സമാധാനം അടുത്ത ദിവസം ഞങ്ങളെ അറിയിക്കാൻ ശ്രദ്ധിക്കാമെന്നും മാത്രമായിരുന്നു. സമാധാനത്തിനുള്ള വഴികൾ തുറന്നേക്കുമെന്നുള്ള ഒരു നേരിയ ആശയോടുകൂടി മാത്രം ഞങ്ങൾ മടങ്ങി. അന്ന് തന്നെ ഉച്ചതിരിഞ്ഞ് ചേർത്തല വെച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെയും DSPയെയും കണ്ട് ഈ വിവരങ്ങൾ ഞങ്ങൾ ധരിപ്പിച്ചു. ആ യത്നം തുടർന്ന് നടത്തി സമാധാനമുണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് ആരായണമെന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. DSPയും കളക്ടറും ഒക്കെ പറഞ്ഞത് അങ്ങനെയാണ് സമാധാനം നിങ്ങൾ മുൻകൈയെടുത്ത് നടപ്പാക്കുക. പക്ഷേ തൊഴിലാളി നേതാക്കന്മാരുടെ മറുപടി പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങളെ അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ കൂടി പൊതുപണിമുടക്ക് തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമായിരുന്നു അത്. അതായത് പണിമുടക്കെന്ന വ്യാജേന കലാപം അഴിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു ഈ ആർ ശങ്കറിനോട് പറഞ്ഞത്. അദ്ദേഹം അതിനുശേഷം ദിവാനെ പോയി കാണുന്നുണ്ട്. ദിവാനെ പോയി കണ്ട് വെടിവെക്കരുത്, അക്രമം കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. ദിവാനും പറയുന്നുണ്ട് ഞങ്ങളായിട്ട് IG കണ്ടു. IG പറഞ്ഞു ഞങ്ങളായിട്ട് ഒരു അക്രമവും കാണിക്കത്തില്ല, പോലീസിനെ ഉപദ്രവിക്കാനോ നാട്ടിൽ മറ്റ് കലാപങ്ങൾ അഴിച്ചുവിടാനോ പാടില്ല, ആയുധം താഴെ വയ്ക്കണം അവർ എന്നൊക്കെ ദിവാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഈ വെടിവെപ്പ് ഉണ്ടാകാതെ ഇരിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും, ഇത് ഒത്തിരി കൂടുതൽ വലിയ നീണ്ട ഒരു ലേഖനമാണ് ആർ ശങ്കറിന്റേത്. അതിൽ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾ, അദ്ദേഹം നടത്തിയ പറച്ചിലുകൾ ഒക്കെ. അതൊന്നും വകവെക്കാതെ പോലീസ് ആയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവുകയാണ് ചെയ്തത്. അങ്ങനെ തയ്യാറായ സന്ദർഭത്തിൽ എന്താണ് അവർ ചെയ്തത് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാം. അത് ഈ പറയുന്ന രവിവർമ്മ തമ്പുരാന്റെ പുസ്തകം, അതിൽ പറഞ്ഞ കാര്യം പറയാം. എങ്ങനെയാണ് ഈ പുന്നപ്രയിൽ വെടിവെപ്പുണ്ടായത് എന്നുള്ളത് അതിന്റെ നാൾവഴി പോലെയുള്ള ഒരു കാര്യം ഞാൻ വായിക്കാം. തുലാം 7 മഹാരാജാവിന്റെ ആട്ടപ്പിറന്നാളാണ്. പിറന്നാൾ ദിവസം പുന്നപ്ര പോലീസ് ക്യാമ്പിന് മുന്നിലേക്ക് ഘോഷയാത്ര, കുതിരപ്പന്തി ക്യാമ്പിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര നയിക്കേണ്ടത് CA പീറ്റർ, അസിസ്റ്റന്റ് ക്യാപ്റ്റൻ PK ദാമോദരൻ 6-ാം തീയതി ഇതിന് തീരുമാനിച്ചു. അതായത് മഹാരാജാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു ഘോഷയാത്ര നടത്തുന്നു. പുന്നപ്രയിലേക്ക് നടത്തുന്നതിന് വേണ്ടി പോലീസ് ക്യാമ്പിന് മുന്നിലേക്ക് ഘോഷയാത്ര നടത്താൻ തീരുമാനിക്കുന്നു. അത് രാജാവിന്റെ ജന്മദിനം ആഘോഷമാണ്. അപ്പൊ പിന്നെ അതിലാരും പേടിക്കേണ്ടതല്ല. കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം അതിന്റെ കൂടെ കൂടാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ 7-ാം തീയതി 1 മണിയായിട്ടും പീറ്ററിനെ കാണാനില്ല. പീറ്റർ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അവസാനം ദാമോദരനോട് ജാഥ നയിക്കാൻ PK ചന്ദ്രാനന്ദൻ, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ നേതാവായി മാറിയ PK ചന്ദ്രാനന്ദൻ ആവശ്യപ്പെട്ടു. പീറ്റർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊല്ലം ബിഷപ്പിന്റെ അരമനയിൽ പോയി ഒളിച്ചു എന്ന് ദാമോദരൻ പറഞ്ഞു. കൃത്യം 2 മണിക്ക് ഘോഷയാത്ര തുടങ്ങി. 3000-ഓളം ആളുകളുണ്ട്. കാരണം രാജാവിന്റെ ജന്മദിനമല്ലേ. അതുകൊണ്ട് സ്ത്രീകള്, കുട്ടികള്, വൃദ്ധര്, ഗർഭിണികള് എന്ന് വേണ്ട സർവമാന ആൾക്കാർ ആ നാട്ടിൽ 3000 പേരെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം. ഒരു 80 വർഷം മുമ്പ് ആ നാട്ടിലെ എല്ലാവരും ഉണ്ടെന്നർത്ഥം. അവര് 2 മണിക്ക് ഘോഷയാത്ര തുടങ്ങി. 3000-ഓളം ആളുകളുണ്ട്. വാരിക്കുന്തം, കോടാലി, വെട്ടുകത്തി തുടങ്ങിയ ആയുധങ്ങൾ പലരുടെയും കയ്യിലുണ്ട്. ജന്മദിനം ആഘോഷിക്കാൻ ഇതൊക്കെ എന്തിനാണ് എന്ന് ആലോചിക്കേണ്ടതാണ്. ചിലരുടെ കയ്യിൽ മെറ്റലാണ്, കരിങ്കല്ല്. വാരിക്കുന്തങ്ങളുടെ അറ്റത്ത് ചുവന്ന കടലാസ് ചുറ്റി കൊടിയാക്കിക്കൊണ്ടാണ് പോയത്. ഘോഷയാത്ര തുടങ്ങിയപ്പോൾ ദാമോദരൻ എല്ലാവരോടുമായി പറഞ്ഞു, 3 വിസിലടിച്ചാൽ നിൽക്കണം, 3 വിസിലടിച്ചാൽ നടക്കണം, ലോങ് വിസിൽ കേട്ടാൽ കമിഴ്ന്ന് ഇഴയണം. ഇതൊക്കെ എന്തിനാണ് ഈ ജന്മദിനാഘോഷത്തിന് എന്നുള്ളത് പാവപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലായില്ല. എല്ലാം നിരക്ഷരരാണ്, കൂലിത്തൊഴിലാളികളാണ്. പാർട്ടി പറയുന്നത് അടിമകളെ പോലെ അനുസരിക്കുന്നവരാണ്. പാർട്ടി നേതാക്കന്മാരാണല്ലോ രാജാക്കന്മാർ, അവർ പറയുന്നത് അനുസരിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞു കൽപ്പിച്ചു. പുന്നപ്ര പോലീസ് ക്യാമ്പിന് 300 മീറ്റർ തെക്ക് കിഴക്കായുള്ള പനമൈതാനത്ത് ഘോഷയാത്ര എത്തിച്ചേർന്നു. ഘോഷയാത്രയെ PK ചന്ദ്രാനന്ദൻ അഭിസംബോധന ചെയ്തു. നമ്മൾ അപ്പോഴാണ് ചതി ഇവർ പുറത്തെടുക്കുന്നത്. ചന്ദ്രാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ നേതാവായിരുന്ന PK ചന്ദ്രാനന്ദൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: നമ്മൾ പോലീസ് ക്യാമ്പ് ആക്രമിക്കാൻ പോവുകയാണ്. അതുവരെ പറഞ്ഞത് ആട്ടപ്പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണെന്നാണ്, രാജാവിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണെന്നാണ്, ഘോഷയാത്രയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ പാർട്ടി സഖാക്കന്മാരും ക്യാമ്പിലുണ്ടായിരുന്നവരുടെയും കയ്യിലൊക്കെ കല്ലും വെട്ടുകത്തിയും കൊടുവാളും മഴവും കല്ലും ഒക്കെ ആയിരുന്നു, വാരിക്കുന്തവും ഉണ്ടായിരുന്നു. നാട്ടുകാര് പാവങ്ങള് നിരായുധരായിരുന്നു. അവരോട് പറഞ്ഞു, നമ്മൾ പോലീസ് ക്യാമ്പ് ആക്രമിക്കാൻ പോവുകയാണ്, വെടിവയ്പുണ്ടാവും, ആരും തിരിഞ്ഞോടരുത്, തിരിഞ്ഞോടുന്നവരെ പിന്നിൽ നിൽക്കുന്നവൻ കുതികാൽ വെട്ടണം
എന്ന് വെച്ചാൽ ഒരുത്തനും രക്ഷപ്പെടരുത്, ചാവുന്നെങ്കിൽ എല്ലാവരും ചാകട്ടെ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്. കാരണം അത്രയും വിപ്ലവ രക്തസാക്ഷികളെ കിട്ടും. പുന്നപ്ര ഭാഗത്ത് നിന്നും പോർട്ട് ഭാഗത്ത് നിന്നും ഉള്ള ഘോഷയാത്രകളും അപ്പോഴേക്കും എത്തിയിരുന്നു. എല്ലാവരും കൂടി 7000 പേർ വരും എന്ന് ആലോചിച്ചു നോക്കണം. 7000-ഓളം പേരാണ് 4-5 പോലീസ് ഉള്ള ഒരു ക്യാമ്പ് ആക്രമിക്കാൻ പോകുന്നത്. വാരിക്കുന്തവും വെട്ടുകത്തിയും മെറ്റലുമായാണ് വാളണ്ടിയേഴ്സ് വന്നതെങ്കിലും ഇതൊന്നുമില്ലാതെ സാധാരണക്കാരും വഴിയിൽ നിന്ന് ഘോഷയാത്രയിൽ കയറിയതായി ദാമോദരൻ ഓർക്കുന്നു. വനമൈതാനത്ത് എത്തും മുമ്പ് ക്യാമ്പ് ആക്രമണം എന്ന പദം നേതാക്കളാരും ഉപയോഗിച്ചിട്ടില്ല. രാജാവിന്റെ ജന്മദിനത്തിൽ ഘോഷയാത്ര നടത്തി പ്രതിഷേധിക്കാനും പോലീസ് ക്യാമ്പ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് പൊതുയോഗം നടത്താനുമാണ് തങ്ങൾ പോകുന്നതെന്നാണ് ക്യാമ്പിൽ പറഞ്ഞിരുന്നത്. ക്യാമ്പിലും പറഞ്ഞില്ല ഇവര് പോലീസ് ക്യാമ്പ് ആക്രമിക്കാൻ പോവുകയാണ്. ജന്മദിനം ആഘോഷിക്കുന്നു, പ്രതിഷേധം നടത്തുന്നു, അതുപോലെ തന്നെ പോലീസ് ക്യാമ്പ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടണമെന്നും അതിനുവേണ്ടിയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ വാരിക്കുന്തത്തിന്റെ ആഗ്രഹത്തിൽ ചെങ്കൊടി കിട്ടിയത്. ആക്രമണത്തിനാണെങ്കിൽ കൊടി എന്തിനാണ്? പ്രസംഗത്തിന് ശേഷം ഘോഷയാത്ര വനമൈതാനത്ത് നിന്നും ക്യാമ്പിനടുത്തേക്ക് നീങ്ങി. എന്നാൽ ചന്ദ്രാനന്ദൻ വനമൈതാനത്ത് നിന്ന് മുന്നോട്ട് വന്നില്ലെന്ന് ദാമോദരൻ ഓർക്കും. ദാമോദരൻ എന്ന് പറയുന്നത് ഒരു പഴയ പട്ടാളക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവല്ല. ഇവർക്ക് പരിശീലനം കൊടുത്ത ആളാണ് ഈ ദാമോദരൻ. കമ്മ്യൂണിസ്റ്റുകാരനല്ല, കമ്മ്യൂണിസത്തെ കുറിച്ചൊന്നും അറിയത്തില്ല, തൊഴിലാളി നേതാവുമല്ല. ഒരു മുൻ പട്ടാളക്കാരൻ പോലീസുകാരോട് ഇത്തിരി വൈരാഗ്യം ഉണ്ടായിരുന്നയാൾ. ആ ദാമോദരനാണ് ഇപ്പോ നായകൻ. ആ ദാമോദരൻ പറഞ്ഞു, ചന്ദ്രാനന്ദൻ പ്രസംഗം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോയി. പോലീസുകാർ ഞങ്ങളെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നി. ഉറക്കച്ചടവോടെ SI വേലായുധൻ നാടാർ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. കയ്യിൽ തോക്കില്ല, അരയിലെ ബെൽറ്റിൽ പിസ്റ്റൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ക്യാമ്പ് കെട്ടിടത്തിന്റെ മുന്നിൽ മുറ്റത്ത് 7-8 പോലീസുകാർ തോക്ക് തയ്യാറാക്കി മുട്ടിൽ ഇരിക്കുന്നു. കുറെ പോലീസുകാർ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലായി തോക്ക് ചൂണ്ടി നിരന്നു നിന്നു. SI നാടാർ എന്റെ അടുത്ത് നിന്ന് 6 അടി അകലെയാണ് നിൽക്കുന്നത്. എന്റെ കയ്യിലെ വാരിക്കുന്തം കൊണ്ട് കുത്തിയാൽ കൊള്ളുകയും ചെയ്യും. അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാതിരുന്നതിനാലാവണം നാടാർ അത്ര അടുത്തു വന്നത്. നാടാർ തൊഴുകൈകളോടെ പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇന്ന് മഹാരാജാവിന്റെ ജന്മദിനമാണ്, കുഴപ്പം ഒന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ഘോഷയാത്രയ്ക്ക് മുന്നിൽ നിന്നവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ പിരിഞ്ഞു പോകാൻ വന്നവരല്ല, നിങ്ങളെ പിരിച്ചുവിടാൻ വന്നവരാണ്. നാടാർ വീണ്ടും കേണു, നമ്മളെല്ലാം സഹോദരന്മാരാണ്, ശ്രീ പത്മനാഭസ്വാമിയാണ് സത്യം, നമ്മൾ തമ്മിൽ വഴക്കു വേണ്ട. ഇത്രയും പറഞ്ഞ് കീഴടങ്ങിയെന്ന അർത്ഥത്തിൽ നാടാർ തൊപ്പിയൂരി മുകളിലേക്ക് എറിഞ്ഞു. പക്ഷെ ജനം വിട്ടില്ല. തൊപ്പി എറിഞ്ഞിട്ട് കാര്യമില്ല, പോലീസുകാർ തോക്ക് ഉപേക്ഷിച്ച് കീഴടങ്ങണം. ഉടൻ തോക്ക് താഴെ ഇടാൻ നാടാർ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. എല്ലാവരും തോക്ക് താഴെ വെച്ചു. ഞങ്ങൾ ഹാൻഡ്സപ്പ് പറഞ്ഞു. പോലീസുകാർ കൈകൾ മുകളിലേക്ക് ഉയർത്തി. അടുത്തതായി ഞങ്ങൾ അബൌട്ട് ഹാൻഡ് പറഞ്ഞു. പക്ഷെ പോലീസുകാർ തിരിഞ്ഞില്ല. ജീവനുള്ള സമയം വരെ തോക്കുപേക്ഷിച്ച് പോവുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാണോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. ഇത്രയും ആയപ്പോൾ ഒരു പോലീസുകാരൻ മെഗാഫോൺ കയ്യിലെടുത്ത് എല്ലാവരും പിരിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ വെടിവെച്ച് പിരിച്ചു വിടേണ്ടി വരും എന്ന് പറഞ്ഞു. നിങ്ങൾ വെടിവെച്ചാൽ പോലും ഞങ്ങൾ പോവുകയില്ല, നിങ്ങൾ വിരട്ടരുത് എന്നായി ഞങ്ങൾ. ഇത്രയും ആയപ്പോൾ നാടാർ അടുത്തു നിന്ന പോലീസുകാരന്റെ തോക്ക് വാങ്ങി ആകാശത്തേക്ക് ഉയർത്തി. നാടാർ മുകളിലേക്ക് തോക്ക് ഉയർത്തിയതും ഞാൻ ലോങ് വിസിൽ അടിച്ചു. വിസിൽ മുഴങ്ങിയ ഉടൻ ജനങ്ങൾ മണ്ണിൽ കവിഴ്ന്നു വീണു. ഇതിനിടയിൽ തെക്ക് കിഴക്കൻ ജാഥയിൽ നിന്നൊരാൾ കുന്തം ചാണ്ടി. അത് നാടാരുടെ നെഞ്ചിൽ കൊണ്ടു. തുടർന്ന് ഒട്ടേറെ കുന്തങ്ങൾ നാടാർക്കു നേരെ തിരിഞ്ഞു. ശരശയ്യയിൽ എന്ന പോലെ നാടാർ വീണു. വീണുകിടന്ന നാടാരുടെ ചെവിയിൽ മുകൾ വശത്ത് കുഞ്ഞുണ്ണി എന്നൊരു പരവൻ വെട്ടുകത്തി കൊണ്ട് വെട്ടി. തലയോട് മുറിഞ്ഞുപോയി. വെടിവെക്കാൻ ഉത്തരവ് നൽകാതെയാണ് നാടാർ മരിച്ചത്. ഉത്തരവ് ലഭിക്കാത്തതിനാൽ വെടിവെക്കാൻ പോലീസുകാർക്ക് ഭയം. അവർ കെട്ടിടത്തിനുള്ളിലേക്കും മുറ്റത്തേക്കും ചാടി. കെട്ടിടത്തിന് ചുറ്റും വിരണ്ടോടി. വാരിക്കുന്തങ്ങൾ പോലീസ് ക്യാമ്പിന് നേരെ പറക്കുകയാണ്. കോൺസ്റ്റബിൾ ശ്രീധരൻ നായരുടെ ഇടത്തെ കൈക്ക് കുത്തുകൊണ്ടു. അയാൾ താഴെ വീണു. അപ്പോഴേക്കും പോലീസുകാർ വെടി തുടങ്ങിയിരുന്നു. ഞാൻ ഇഴഞ്ഞ് കെട്ടിടത്തിന് മുന്നിലേക്ക് നീങ്ങി. അവിടെ 3 പോലീസുകാർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വെടിവെക്കുന്നു. ഞാൻ അവരുടെ പടിഞ്ഞാറ് വശത്ത് തൊട്ടടുത്തെത്തി. ചാടി എഴുന്നേറ്റ് ഹെഡ് കോൺസ്റ്റബിൾ പരമേശ്വരൻ നായരുടെ പിടലിക്ക് കുന്തം കൊണ്ട് കുത്തി. പക്ഷേ കാക്കിയിൽ ഉടക്കി. എന്റെ ഒപ്പമുള്ളവർ മറ്റേ 2 പോലീസുകാരെയും കുത്തി വീഴ്ത്തി. എന്റെ രണ്ടാമത്തെ കുത്ത് പരമേശ്വരൻ നായരുടെ വയറ്റത്ത് കൊണ്ടു. അയാൾ ചുരുണ്ടു തറയിൽ വീണു.
കൂടെയുള്ള ഒരാൾ അയാളെ വീണ്ടും കുത്തി. അപ്പോൾ വടി പോലെ നിവർന്നു കിടന്ന് പിടച്ചു. പിന്നെ കെട്ടിടത്തിന്റെ മുൻവശത്തൊന്നും പോലീസില്ല. ഭയന്നു കെട്ടിടത്തിനുള്ളിൽ കയറിയ പോലീസുകാർ അഴികൾക്കിടയിലൂടെ വെടി തുടർന്നെങ്കിലും ആളുകൾക്കൊന്നും പറ്റിയില്ല. തേങ്ങ വീണതേയുള്ളൂ, തെങ്ങിനും വെടികൊണ്ടു. ഇതാണ് പുന്നപ്പറയിൽ നടന്ന വെടിവെപ്പ്. ആ വെടിവയ്പിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മരിച്ചില്ല. ചത്തതൊക്കെ പോലീസുകാരും SI വേലായുധൻ നാടാരും മാത്രമാണ്. ആ വേലായുധൻ നാടാരുടെ ശരീരത്ത് 170-ലധികം 121 കുത്ത്, വാരിക്കുന്തത്തിന് 121 കുത്ത്, 51 വെട്ടുവെട്ടി മുഖത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലേ. 121 കുത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മേലെ. അയാൾ ഒരു ഉപദ്രവം ചെയ്തില്ല. അയാൾ തോക്ക് താഴെ വെച്ചു ഉപദ്രവിക്കാതെ സൗഹാർദ്ദം പറഞ്ഞ പോലീസ് ഓഫീസറെ 121 തവണ കുത്തി കമ്മ്യൂണിസ്റ്റുകാരന്റെ വൈരാഗ്യം തീർക്കാൻ. ബാക്കി പോലീസുകാരെയും വെടിവെച്ചു കൊന്നു. ഇതാണ് പോലീസ് ആക്രമണം എന്ന് പറഞ്ഞത്. ഇതിന് ശേഷമാണ് പിന്നീട് പട്ടാളം വന്നതും പുന്നപ്രയിലും ചേർത്തലയുടെ വിവിധ പ്രദേശങ്ങളിലും വയലാറിലും മുഹമ്മയിലും ഒക്കെയുള്ള പോലീസ് ക്യാമ്പുകൾക്ക് കമ്മ്യൂണിസ്റ്റ് ക്യാമ്പുകൾക്ക് നേരെ, തൊഴിലാളികളുടെ ക്യാമ്പുകൾക്ക് നേരെ പട്ടാളം വെടിവെച്ചതും 100 കണക്കിന് ആൾക്കാർ മരിച്ചതും. ഈ വെടിവെയ്പ്, ഇത്രയും ക്രൂരമായ ഈ വെടിവെയ്പ്, അതിനെ തുടർന്ന് 100 കണക്കിന് തൊഴിലാളികൾ മരിച്ച ഈ വെടിവെയ്പ് നടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് TV തോമസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞത്. അദ്ദേഹം കരഞ്ഞു എന്ന് വർഗീസ് വൈദ്യന്റെ ആത്മകഥയിൽ പറയുന്നത് ഞാൻ വായിക്കാം. TV തോമസുമായി എനിക്കുണ്ടായിരുന്ന 40 വർഷത്തിനു മേലുള്ള അടുത്ത ബന്ധത്തിൽ TV ഇത്രയും വികാര വിക്ഷുബ്ധനായി ഞാൻ കണ്ടിട്ടില്ല. അയാളുടെ അമ്മ മരിച്ചപ്പോൾ മാത്രമാണ് കണ്ണു നിറഞ്ഞിട്ടുള്ളത്. എന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഫോറിൻ ബ്രാൻഡിയും 2 ഗ്ലാസ് വെള്ളവും എടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ചു. TV അന്ന് ലിക്കർ കുടിക്കുക പതിവില്ല. ഞങ്ങൾ ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിച്ചുകൊണ്ടിരുന്നു. ബുദ്ധിമാനും ധീരനുമായ ആ മഹാമനുഷ്യൻ സംസാരിച്ചു തുടങ്ങി. എനിക്ക് വെടിയേൽക്കുന്നതിനോ തൂക്കിലേറുന്നതിനോ യാതൊരു ഭയവുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വെടിയേറ്റ് മരിക്കാൻ തയ്യാറാണ്. തൂക്കിലേറണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്കതിനൊന്നും മടിയില്ല. ഞാൻ വികാര വിവശനാണ്. നിരപരാധികളായ അനേകം ആളുകളെ കൊലക്കളത്തിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇതാ TV തോമസ് പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് ഈ 100 കണക്കിന് ആൾക്കാര് മരിച്ചാകും എന്നറിഞ്ഞുകൊണ്ട് ഞാൻ കൊലക്കളത്തിലേക്ക് TV തോമസ് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അയച്ചിട്ടും പോലീസ് വെടിവെക്കാതിരുന്നപ്പോൾ പോലീസും പട്ടാളവും വന്ന് ഈ പാവങ്ങളെ വെടിവെച്ച് 100 കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? പോലീസ് ആക്രമിക്കണം. പോലീസ് ആക്രമിക്കുന്നില്ല. അതിനാണ് പോലീസ് ആക്രമിക്കാതെ വന്നപ്പോൾ പോലീസിനെ കൊണ്ട് ആക്രമിപ്പിക്കുവാൻ വേണ്ടിയാണ് പോലീസ് ക്യാമ്പ് ആക്രമിച്ച SIയെയും പോലീസുകാരെയും കുത്തിയും വെട്ടിയും ക്രൂരമായി കണ്ടം തുണ്ടമാക്കി കൊന്നാൽ പിന്നെ പട്ടാളം വന്ന് വെടിവെക്കുകയല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ വെടിവയ്പ് നടന്ന പുന്നപ്പുറയിലോ ചേർത്തലയിലോ മുഹമ്മയിലോ അല്ലെങ്കിൽ വയലാറിലോ ഒന്നും വെടിവെപ്പ് നടന്നിടത്ത് സ്മാരകം ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതൊക്കെ ഉൾപ്രദേശത്താണ്. കമ്മ്യൂണിസ്റ്റുകാരൻ സ്മാരകം ഉണ്ടാക്കിയത് ആലപ്പുഴ പട്ടണത്തിൽ ഹൈവേയുടെ സൈഡിലാണ്. കാരണം 4 ആള് കാണുകയും അതിന്റെ പേരിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയും ഒക്കെ ചെയ്യണമെങ്കിൽ രക്തസാക്ഷികളുണ്ടായി. എന്ത് വന്നാലും നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് രക്തസാക്ഷികളെ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് ലോകത്തിനെ വിളിച്ചറിയിക്കാൻ ഹൈവേയുടെ സൈഡിൽ സ്മാരകം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ സന്ദർഭത്തിൽ മറ്റൊന്നുകൂടി കൊണ്ട് നമ്മൾ അറിയേണ്ടത്, അത് ഒത്തിരി ദീർഘമായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഈ രവിവർമ്മ തമ്പുരാന്റെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ വെടിവയ്പ് നടക്കുന്ന ദിവസം അതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, ഒരു മാസികയുടെ ചിത്രമല്ല ലക്കവുമായിട്ട് പുന്നപ്രയിൽ വയലാറിലുള്ള ചേർത്തലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ ചെന്നു. അവിടുത്തെ നേതാവിനെ കാണിച്ചു. എന്താ കാണിച്ചത്? വെടിവയ്പ് നടക്കുന്ന ദിവസം സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അവിടെ ഏറനാട് ഭാഗത്ത് നമ്പൂതിരി യുവാക്കൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. എങ്ങനെയാണ് നമ്പൂതിരിമാർ സമ്പന്നരാകേണ്ടത്, അവരെങ്ങനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താം എന്ന് ക്ലാസ് എടുക്കുകയായിരുന്നു. ആ ക്ലാസ് എടുത്തതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് പിന്നീട്
കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ ഇട്ടിട്ട് ഒരു സാധാരണ തൊഴിലാളി അവിടെ ഇരുന്ന നേതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഇതാണോ നേതാവിന്റെ ലക്ഷണം? ഇവിടെ വെടികൊണ്ട് പുഴുക്കളെ പോലെ സഖാക്കൾ മരിക്കുമ്പോൾ നേതാവ് CM ശങ്കരൻ നമ്പൂതിരിപ്പാട് അവിടെ നമ്പൂതിരി യുവാക്കൾക്ക് ക്ഷേമം വരുത്തുവാൻ വേണ്ടി പ്രസംഗിക്കുന്നു. എന്നാൽ ആ പ്രസംഗത്തിനുള്ളിലെങ്കിലും വെടിവയ്പ് നടന്നതിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല. അത് ഈ റിപ്പോർട്ടിലില്ല. ഒരു വാക്കും പുന്നപ്രയിലും വെടിവയ്പുണ്ടായി എന്ന ഒരു കാര്യം പോലും പറയാതെ ഇങ്ങനെ ഉളുപ്പില്ലാതെ പ്രസംഗിക്കാൻ എങ്ങനെ ശങ്കരൻ EMSന് കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആ വെടിവെപ്പിന്റെ സമയത്ത് പാർട്ടിയുടെ തീരുമാനപ്രകാരം നേതാക്കന്മാരെല്ലാം ഒളിവിൽ പോയല്ലോ. പാവപ്പെട്ട അണികളെ പറഞ്ഞയച്ചിട്ട് നേതാക്കന്മാരെല്ലാം രഹസ്യ കേന്ദ്രങ്ങളിൽ. പുന്നപ്ര സമരനായകൻ എന്ന് പറയുന്ന അച്യുതാനന്ദൻ അന്ന് പൂഞ്ഞാർ, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ ഒളിവ് കേന്ദ്രത്തിൽ ഇരുന്ന് സുഖിക്കുകയായിരുന്നു. എല്ലാ നേതാക്കന്മാരും ഒളിവിൽ സുഖമായി ഉണ്ടുറങ്ങിക്കിടന്നു. പാവപ്പെട്ട പറയനും പുലയനും ഈഴവനും ആശാരിയും എല്ലാം വെടികൊണ്ട് പുഴുക്കൾ പാറ്റകളെ പോലെ ചത്തു വീണു. എന്നിട്ടത് പുന്നപ്രവയലാർ സ്വാതന്ത്ര്യ സമരം എന്ന് അവർ പറയുന്നു. ആ സ്മാരക സ്വാതന്ത്ര്യ സമരം ആണെന്ന് അവർ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരം അല്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് സന്ദീപ് വചസ്പതി അവിടെ പോയി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചതിനെ കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയധികം ഭയക്കാൻ കാരണം, ഇത്രയധികം രോഷം കൊള്ളുവാൻ കാരണം ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല, തട്ടിപ്പായിരുന്നു. 100 കണക്കിന് ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റുകാര് കുറെ പേർക്ക്, പാർട്ടിക്കാർക്ക്, കുറെ കമ്മ്യൂണിസ്റ്റ് CPM-ലുള്ള കുറെ പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. സമരത്തിൽ പങ്കെടുത്തവരല്ല, വെടിയേറ്റവരോ അവരുടെ മക്കൾക്കോ അല്ല, അല്ലാത്ത കുറച്ചു പേർക്ക്. CPI-ൽ ഉള്ളവർക്ക് പോലും പെൻഷൻ കിട്ടുന്നില്ല. എന്നിട്ട് ഗാനമൊക്കെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഗോഗോ വിളിക്കുന്നത്? നിങ്ങളുടെ ആൾക്കാർക്ക് പോലും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നവർക്ക് പോലും പെൻഷൻ കിട്ടുന്നില്ല. CPI-ലോ യഥാർത്ഥത്തിൽ വെടികൊണ്ട ചത്ത ആൾക്കാരുടെ പിൻഗാമികൾക്കോ ഒന്നും പെൻഷൻ കിട്ടുന്നില്ല. പിന്നെയോ CPM-ൽ പ്രവർത്തിക്കുന്ന കുറെ പേർക്ക് ഈ വെടിവെപ്പിന്റെ പിൻഗാമികൾ എന്ന വ്യാജേന സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ എത്ര പേര് മരിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 മുതൽ കേരളം ഭരിക്കുന്നതല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഒത്തിരി 10 വർഷമല്ലേ ആയുള്ളൂ? 46-ലാണ് വെടിവെപ്പ്, 56 11-ാം കൊല്ലം അവർ അധികാരത്തിലേറിയതല്ലേ? അതിനോടകം വെടിവെച്ച് വെടിയേറ്റവർ, ചത്തവർ, ജീവിച്ചിരിക്കുന്നവർ, പരിക്ക് പറ്റിയവർ അവരുടെ കണക്കെടുക്കാമായിരുന്നില്ലേ? സർവേ നടത്താമായിരുന്നില്ലേ? അങ്ങനെയൊക്കെ നടത്തിയെന്നാൽ അത് യഥാർത്ഥ രക്തസാക്ഷികൾക്ക്, ഈ പാവങ്ങൾക്ക് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ് വിശ്വസിച്ച് തോക്കിനകത്ത് ഉപ്പും മുതിരയുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി അഥവാ വെടിവെച്ചാൽ 1-2 പേര് മാത്രമേ ചാവുകയുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് പേടിക്കണ്ട. അതിനോടകം നമുക്ക് പോലീസിനെ കൊല്ലാം, കൊന്നു തീർക്കാം, പട്ടാളത്തിനെ കൊല്ലാൻ, ബാക്കിയുള്ളവരെ ഓടിക്കാം. അതുകൊണ്ട് മുതിരയും ഉപ്പും മാത്രമാണ്. ഇനി അഥവാ വെടിവെച്ചാൽ പോലും അത് യഥാർത്ഥ തോക്ക് കൊണ്ട് വെടിവെച്ചാലും 3-4 പേര് മാത്രമേ ചാവുള്ളൂ. അതിനോടകം നമുക്ക് അവരെ കീഴടക്കി കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഈ എസൽപുരം സദാനന്ദൻ പറഞ്ഞു. അന്നത്തെ രക്തസാക്ഷിത്വമാണ് ഇന്നത്തെ ഭരണം എന്ന്. അതാണ് സത്യം. ഈ പാവപ്പെട്ട പറയന്റെയും പുലയന്റെയും ആശാരിയുടെയും ഈഴവന്റെയും നെഞ്ചു കുത്തിക്കീറിയതിന്റെ ഫലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടി. ആ അധികാരത്തിന് വേണ്ടി, അതുകൊണ്ടാണ് 57 അധികാരം കിട്ടിയിട്ടും ചത്തവരുടെ, മരിച്ചവരുടെ, ബന്ധുക്കളുടെ, പരിക്കേറ്റവരുടെ കണക്കെടുക്കാതെ, സർവേ നടത്താതെ, അവർ വെടിയേറ്റ് വീണ് അവരെ വലിച്ചു വാരി പട്ടാളമിട്ട് കത്തിച്ച സ്ഥലത്ത് സ്മാരകം നിർമ്മിക്കാതെ, അവിടെ കൂമനും കുറുക്കനും ഓരിയിട്ട് നടക്കുന്ന, പട്ടിയും പൂച്ചയും മാന്തിക്കളിക്കുന്ന ആ ശ്മശാനം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ചു. 2 ശ്മശാനം, 2 അല്ല, പല ശ്മശാനമുണ്ട്. അവിടെ അസ്ഥികളിൽ പിന്നീട് എത്രയോ വർഷക്കാലം അസ്ഥികൾ കൂന കൂടിക്കിടന്നിരുന്നു. അവിടെ സ്മാരകമുണ്ടാക്കാതെ ആലപ്പുഴ പട്ടണത്തിന്റെ നടുക്ക് ഹൈവേയുടെ മുമ്പിൽ ഈ ഇഷ്ടികയും സിമെന്റും കൊണ്ട് തൂണുണ്ടാക്കി വെച്ചിട്ട് രക്തസാക്ഷി മണ്ഡപമാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ വിശേഷിച്ചും ആലപ്പുഴക്കാരെ വിശേഷിച്ചും അതിലും വിശേഷിച്ചും ഈ പാവപ്പെട്ട രക്തസാക്ഷികളെ വഞ്ചിച്ച ചരിത്രം ഇനിയെങ്കിലും ആലപ്പുഴക്കാർ തിരിച്ചറിയണം. ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ തിരിച്ചറിയണം.
നിങ്ങളെ പറഞ്ഞു വഞ്ചിക്കുകയാണ്. അത് സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല എന്നുള്ളത് അവർ തന്നെ തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് സന്ദീപ് വചസ്പതി പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചതിനെ പാർട്ടി എതിർക്കാനും കേസ് കൊടുക്കുവാനും കാരണം അവർക്ക് സഹിക്കില്ല പുന്നപ്ര വയലാർ ചർച്ചയാവുന്നതും ചരിത്രം വെളിച്ചത്തിലേക്ക് ഉയർന്നു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹിക്കില്ല. ആ ചരിത്രം ഇനിയെങ്കിലും ശരിക്കുള്ള ചരിത്രം, ഞാൻ പറഞ്ഞല്ലോ, വർഗീസ് വൈദ്യന്റെ, അതുപോലെ യദുകുലകുമാറിന്റെ, രവിവർമ്മ തമ്പുരാന്റെ, ആർ ശങ്കറിന്റെ അനേകം ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. KC ജോർജിന്റെ ഒക്കെ അടക്കമുള്ള അതുമൊക്കെ ഇതിനകത്തുണ്ട്. ഞാനത് പറയാൻ സമയം കൂടുതൽ എടുക്കുന്നുള്ളതുകൊണ്ടാണ്. KC ജോർജിന്റെ പുസ്തകത്തിന്റെ വിവരവും എന്റെ കയ്യിലുണ്ട്. അവരെല്ലാം ഈ ചതിയെക്കുറിച്ച് പച്ചക്ക് എഴുതിയിട്ടുണ്ട്. ആ ചതി ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പാവപ്പെട്ട സഖാക്കൾ നിങ്ങൾ തിരിച്ചറിയണം. ഈ 100 കണക്കിന് 1000 പേരെന്ന് പറയുന്നു, 3000 പേരെന്ന് പറയുന്നു, 6000 7000 പേര് മരിച്ചു എന്ന് പറയുന്നു. എത്ര 1000 മരിച്ചു എന്ന്, എത്ര 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് ആർക്കും കണക്കില്ലാതെ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുവാൻ, പുന്നപ്ര വയലാർ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് മുഴുവൻ കേരളത്തെയും വിശേഷിച്ചും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെയും ഈ കൊല്ലപ്പെട്ട ആ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവന്റെ മുമ്പിൽ, അവരുടെ ആത്മാവിന് മുമ്പിൽ, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ആത്മാവെന്നൊക്കെ പറയും, ആത്മാവിന്റെ മുമ്പിൽ അവർക്ക് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദീപ് വചസ്പതി പറഞ്ഞ ഭാരത് മാതാ കി ജയ് വിളി കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന ആ സത്യവും തിരിച്ചറിഞ്ഞ് അവരുടെ ചതിയെ ഇനിയെങ്കിലും സഖാക്കൾ തിരിച്ചറിഞ്ഞ് ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ വലിച്ചെറിയണം. നിങ്ങളുടെ തോളത്തിരുന്നത് പുഴുകി നാറുകയാണ് ചെയ്യുന്നത്, പുഴുത്തു നാറുകയാണ്. അത് നിങ്ങൾ വലിച്ചെറിഞ്ഞ് ഒന്ന് ശുദ്ധം വരുത്തി ഒന്ന് മുങ്ങിക്കുളിച്ച് ദേശീയതയുടെ പക്ഷത്ത് അണിചേരുവാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അവസരമുണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.